വിളന്തറയിലെ വീട്ടിലേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് ഇപ്പോഴുമുണ്ട്. സംസ്കാര ചടങ്ങ് പറഞ്ഞ സമയത്ത് തന്നെ നടത്താനാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അത്രയധികം ആളുകൾ ഇനിയും ക്യൂവിലുണ്ട്. വളരെ കുറച്ചു പേരെ മാത്രമാണ് അകത്തേക്ക് ഒരു സമയത്ത് കടത്തിവിടാൻ കഴിയുന്നത്. അവർ ഇറങ്ങിയ ശേഷമാണ് മറ്റുള്ളവർ അകത്തേക്ക് കയറുന്നത്. അത്തരത്തിൽ ആ ചെറിയ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ആ വീട്ടിലേക്ക് ഒരു നാട് മുഴുവൻ എത്തുന്ന അവസ്ഥ കേട്ടവർ വന്നുകൊണ്ടേയിരിക്കുന്നു. സ്കൂളിലും എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച ആളുകൾ കണ്ടു മതിയാകാതെ നേരത്തെ ശരണ്യ സംസാരിച്ച അയൽവാസികൾ പറഞ്ഞതുപോലെ ഇപ്പോൾ KC വേണുഗോപാൽ ഉത്തരവാദിത്തമായ ആളുകൾക്കെതിരായി നടപടിയെടുത്ത് മാതൃകാപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാര് ഇങ്ങനെ വെല്ലുവിളിയായിട്ട് ഇറങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ പൂർണ്ണമായും പ്രതികൂട്ടിലാണെന്നല്ലേ? പൂർണ്ണമായും പ്രതികൂട്ടിലായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്, രോഷം കൊള്ളുന്നത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ആ നടപടികളെല്ലാം സ്വീകരിക്കാനുള്ള നടപടിയാണ് അവരുടെ ഭാഗത്തുണ്ടാവേണ്ടത്. ഒപ്പം ആളുകളുടെ സങ്കടങ്ങളും വേദനകളും ഉണ്ടാവും, പ്രതിഷേധങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ? അത് കണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയില്ലാക്കാൻ ഇത് സത്യത്തിൽ എത്ര കുട്ടികളെ നമുക്കിനി കൊടുക്കാൻ പറ്റും? ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, വയനാട്ടിലൊരു കുട്ടി പാമ്പ് കടിച്ച് മരിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി കത്തെഴുതിയത്. എല്ലാ സ്കൂളുകൾക്കും ഒരു ഓഡിറ്റ് വേണം. നമ്മുടെ കുട്ടികളുടെ ജീവനും കൊണ്ട് കളിക്കുന്നതാണ്. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ഉണ്ടോ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടോ, എന്താണ് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ജീവൻ നിലനിർത്താൻ പറ്റുന്നതാണ്. ഇതൊന്നും നടക്കുന്നില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അവിടെ ചെറിയൊരു പുതിയ സംഭവം. ഇനി ഈ സ്കൂളിന്റെ കാര്യത്തിലൊരു നടപടി ഉണ്ടാവും. മറ്റു സ്കൂളുകളെ നമ്മൾ മറക്കും. അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റു സ്കൂളുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനുവേണ്ടി സമഗ്രമായ ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് ഓഡിറ്റാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. ഇലക്ട്രിസിറ്റി ബോർഡിന് അവരെത്ര നാട്ടിൽ എത്ര അടുത്ത് കേബിൾ വെക്കുന്നു, ഈ പറയുന്ന സ്ഥലത്ത് ചെറിയ സ്ഥലത്ത് ഒരു കേബിൾ ഉണ്ടാക്കാൻ അവരുടെ എഞ്ചിനീയർമാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ടെന്നേ ഉള്ളൂ. ഗവൺമെന്റ് നടത്തേണ്ടതാണ്. ഗവൺമെന്റ് നടത്തുന്നില്ലെങ്കിലാണ് നമ്മൾ നടത്തുന്നത്. ഗവൺമെന്റ് പല ഒഫീഷ്യൽ ഉണ്ടാവുന്നത്. KC വേണുഗോപാൽ മിഥുന്റെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇനി ആവർത്തിക്കപ്പെടരുത് ഇത്തരം സംഭവങ്ങൾ എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്കൂളിൽ മാത്രമല്ല നടപടികൾ വേണ്ടത്, മറ്റു സ്കൂളുകൾ കൂടി ഒരു പാഠമായി കണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നു. അധികാരികൾ അതിൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. മിഥുൻ്റെ മരണശേഷം വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് പ്രതിപക്ഷ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രതിഷേധങ്ങൾക്കപ്പുറം വൈകാരികമായ കാഴ്ചകളാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ആരും